ശരിക്കും പറഞ്ഞാൽ മൊത്തം വെളുത്തിരിക്കുക കോട കാരണം. ഇവിടെ ആരും ചത്താപ്പൂരം അറിയില്ല, അമ്മാതിരി സൈലൻസ്. എല്ലാം കഷ്ണം പോലും കിട്ടണ്ടത്, അങ്ങോട്ട് പോയതാ. ഞാനിന്ന് ഒരു സോളോ ട്രിപ്പ് പോവാണ്. സോളോ ട്രിപ്പ് എന്ന് പറയാൻ ഒരു ചെറിയൊരു നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലം തന്നെയാണ്. പുള്ളിക്കാനം എല്ലാവർക്കും അറിയാം, റീൽസൊക്കെ ട്രെൻഡായ സ്ഥലമാണ്. അപ്പം ഞാൻ ഒറ്റയ്ക്ക് പോകാമെന്നാണ് ആലോചിക്കുന്നത്. കാറോ ഒന്നുമില്ല, പക്ഷേ ബൈക്കൊന്നും ഇല്ല, നമ്മൾ കാറിനാണ് പോകുന്നത്. അതുകൊണ്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് പോയിട്ട് എങ്ങനെ ഉണ്ടെന്ന് ജസ്റ്റ് ഒന്ന് അറിയാൻ. എനിക്ക് സോളോ ഇതുവരെ പോയിട്ടില്ല, കൂട്ടുകാരോടെ കൂടുതലും പോകാറ്. അപ്പം എങ്ങനെ ഉണ്ട് എന്നൊന്ന് അറിയാനായിട്ട് ഒരു ആഗ്രഹം. അപ്പം പോയെന്നൊക്കെ നിർത്തി. ഇപ്പോൾ സമയം ഏതാണ്ട് 1:15 ഒക്കെ 1:15 കഴിഞ്ഞു. അപ്പം നമുക്കൊന്ന് പോയിട്ട് എപ്പോൾ ചെല്ലുമെന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ ഗൈസ് നമ്മൾ പെട്രോൾ അടിക്ക് കയറി. 500 രൂപയ്ക്ക് പെട്രോൾ അടിക്കുകയാണ്. 500 രൂപയ്ക്ക് വാഗമണ് പോകുന്നു. അപ്പോൾ ഗൈസ് നമ്മൾ വാഗമണ് മല കയറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ വാഗമൺ ടൗണിൽ ചെന്നിട്ട് വേണം പുള്ളിക്കാനം പോകാൻ. അപ്പം എനിക്കൊരു ചെറിയ പണി കിട്ടി. അല്ല, ഞാൻ ഒറ്റയ്ക്കാണ്. അതല്ല, പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ കാറും മൈക്കും തമ്മിൽ, എൻ്റെ ഫോണും തമ്മിൽ കണക്റ്റഡ് ആയിരുന്നു. അതുകൊണ്ട് ഞാൻ ഇവിടെ കലവല എന്ന് പറയുന്നത് പറയുന്നുണ്ട്, പക്ഷെ അതൊന്നും റെക്കോർഡായിട്ടില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ വോയിസ് ഓവർ ചെയ്യുകയാണ്. ഞാൻ കാറിലുള്ള സീക്രറ്റ്സ് എല്ലാം വോയിസ് ഓവറിൻ്റെ ആയിരിക്കും. ഞാനിപ്പോൾ വാഗമൺ ടൗണിലെത്തി. നല്ല ബ്ലോക്കാണ്. ഇപ്പം ഡിസംബർ മാസമാണ് ഞാൻ പോകുന്നത്. വ്ലോഗ് ഇടുന്നത് ഇന്ന് ഈ ഫെബ്രുവരി ആണെങ്കിലും പോകുന്ന ഡിസംബർ മാസമാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട്, ഒരുപാട് വണ്ടികളുണ്ട്. ബ്ലോക്കിൽ ഞാൻ കുറേ നേരം കിടന്നിട്ടാണ് അടുത്ത സ്ഥലത്തെത്തിയത്. ഞാൻ ഇപ്പോൾ കുറച്ച് പിക്ക് എടുക്കാമെന്ന് പറഞ്ഞ് വന്നതാണ്. നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ കുറച്ച് പിക്കൊക്കെ എടുക്കാൻ നിർത്തും. നമ്മൾ പുള്ളിക്കാനത്തൊരു തേയിലത്തോട്ടത്തിൻ്റെ ഇടയിൽ കൊണ്ട് നിർത്തിയേക്കാണ്. ചുമ്മാ നല്ല രസം തോന്നി. അപ്പം ക്യാമറയൊക്കെ എടുത്ത് കുറച്ച് പിക്കൊക്കെ എടുക്കാൻ നിർത്തു. ഇവിടെ വേറെ വണ്ടിയൊന്നും വരുന്നില്ല, നല്ല ഒരു പീസ്ഫുൾ സിറ്റുവേഷൻ. ബാക്കി കോട, അതുപോലെ ബാക്കി കോട, അതുപോലെ തേയില, എന്തോ ഒരു മൈൻഡ് ബ്ലോയിങ്. കോട വരുന്നു. എൻ്റെ പ്രത്യേക ഫീൽ കേട്ടോ. കാണിച്ചു തരാം, ക്ലോസ് ആയിട്ട് കാണിച്ചു തരാം. നല്ലതല്ലേ? അങ്ങനെയുണ്ട്. എനിക്ക് സീരിയസ്ലി ഭയങ്കരമായിട്ടൊരു പ്രത്യേക രസം തോന്നുന്നു ഇവിടെ. ചുമ്മാ നിൽക്കുമ്പോൾ തന്നെ നമുക്കൊരു പ്രത്യേക വൈബ്, ഒരു പ്രത്യേക ഫീൽ. രാത്രി ഇറങ്ങിച്ചെല്ലാൻ പറ്റില്ല, വഴിയുണ്ട്. പക്ഷേ പ്രൈവറ്റ് പ്രോപ്പർട്ടി ഞാൻ തോന്നുന്നു, മേ ബി. അതുകൊണ്ട് തന്നെ പിന്നെ വല്ല പാമ്പ് എന്തെങ്കിലും കാണാതിരിക്കും, എന്നെ കടിച്ചിട്ട് തിരിച്ച് വീട്ടിൽ പോകാറില്ല. ഞാനിപ്പോൾ കോട വന്ന് മൂടി. അതേ സെയിം സ്ഥലം തന്നെ. കുറച്ച് നേരം നിന്നപ്പോൾ തന്നെ നന്നായിട്ട് കോട വന്നു, എന്നെ വന്ന് മൂടി. കണ്ടോ? ബാക്ക് കണ്ടോ? റോഡ് കണ്ടോ? ഇവിടെ കണ്ടോ? എന്നെ വന്ന് മൂടി. നമ്മൾ ആ സ്ഥലം വിട്ടു. അവിടെ നിന്ന് ഇറങ്ങി പുതിയ സ്ഥലത്തോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. ഡ്രൈവ് ചെയ്യുന്നു. നേരത്തെ പറഞ്ഞ പോലെ മൈക്ക് കാറുമായിട്ട് കണക്റ്റഡ് ആയതുകൊണ്ട് വോയിസ് ഡിസേബിൾ ആയിപ്പോയി. സോ എല്ലാവരും ക്ഷമിക്കുക. അതുകൊണ്ട് ഞാൻ വോയിസ് ഓവർ ചെയ്യുകയാണ്. അതിൻ്റെ ഒരു പോരായ്മയുണ്ട്. സത്യം പറഞ്ഞാൽ ഞാൻ എന്തൊക്കെയാണോ വണ്ടി ഇരുന്ന് പറഞ്ഞതെന്ന് വെച്ചാൽ അപ്പോൾ ഉള്ള ഇൻസിഡൻറ്റ് ഓരോന്നായിട്ട് പറയുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പം വോയിസ് ഓവർ ചെയ്യുമ്പോൾ എനിക്കിതൊന്നും ഓർമ്മയില്ല ഞാൻ എന്താ പറഞ്ഞതെന്നും. എനിവേസ് നമ്മൾ ആ നേരത്തെ നിന്ന സ്ഥലം നൈസായിരുന്നു, ഭയങ്കര രസമായിരുന്നു. അവിടെ ആ ഒരു നിന്ന സമയത്ത് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരൻ ഇത്രേ ഉള്ളൂ. ഇങ്ങനെ കുറേ തേയിലത്തോട്ടം കാര്യങ്ങളൊക്കെയാണ്. സത്യം പറഞ്ഞാൽ ആ ഒരു ഗ്രാമീണ വൈബാണ്. അപ്പോൾ അവിടെ നിന്ന് എടുത്ത കുറച്ച് പിക്ക് ഞാൻ കാണിച്ചു തരാം. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. സ്ഥലം കൊള്ളായിരുന്നു. ഒറ്റയ്ക്ക് ഇങ്ങനെ നിൽക്കുന്ന, ഒറ്റയ്ക്ക് ഇങ്ങനെ ഒരു വൈബ് ശരിക്കും പറഞ്ഞാൽ നൈസാണ്. എല്ലാവരും ഇങ്ങനെയൊക്കെ പോയി നോക്കുക. സോളോ റൈഡ് ഇഷ്ടമുള്ളവരൊക്കെ ഇങ്ങനെ പോയി നോക്കുക. ഞാനിപ്പോൾ കാറിന് പോയെന്നുള്ളൂ, ബൈക്കിന് പോയാൽ നൈസായിരിക്കും. സോ ഗൈസ്, ഞാനിന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. നമ്മുടെ പുള്ളിക്കാനത്തൊരു ഷോപ്പുണ്ട്, അറിയാവുന്നൊരു ഷോപ്പാണ്. നല്ല കിടിലൻ ചായ, അല്ലെങ്കിൽ കാപ്പി, അല്ലെങ്കിൽ എന്തെങ്കിലും ബൂസ്റ്റോ ഹോളിക്സോ എന്തെങ്കിലും കുടിക്കാൻ നൈസാ. അപ്പം എന്തെങ്കിലും കുടിക്കാൻ നേരത്ത് ചുമ്മാ ഇറങ്ങിയതാണ്. ഇപ്പോഴും ഇവിടെ എല്ലാം കോട കേട്ടോ. സത്യം പറയാമല്ലോ, എനിക്ക് വ്ലോഗ് എടുക്കാൻ അറിയില്ല. ഏതാണ്ടൊക്കെ എന്തെങ്കിലും പറഞ്ഞിട്ട് എന്നെ ഊക്കാനുള്ള വേറെ സാധനം കിട്ടുമെന്ന് എനിക്ക് നല്ല ഉറപ്പുണ്ട്. എന്തായാലും ഒരുപാട് റീച്ച് ആകുമെന്ന വ്ലോഗൊന്നും ആയിരിക്കില്ല. അതായത് എൻ്റെ സ്വന്തം കൂട്ടുകാർ തന്നെ എടുത്തിട്ട് ഞാൻ ഊക്കുമെന്ന് എനിക്ക് ഉറപ്പാണ്. നല്ല തൊലിഞ്ഞ വ്ലോഗായിട്ടുണ്ട്. അത് എനിക്ക് തന്നെ തോന്നുന്നുണ്ട്. കാരണം എനിക്ക് നന്നായിട്ട് വ്ലോഗ് എടുക്കാമെന്ന് അറിയില്ല. ഞാൻ തുടങ്ങിയുള്ളൂ. ഇപ്പം നന്നാവുമോ എന്ന് എനിക്കറിയത്തില്ല. എന്നാലും നമുക്ക് പരിശ്രമിക്കാം. ഞാൻ ഈ ക്യാമറ പിടിക്കുന്ന ആംഗിൾ പോലും ശരിയല്ല. ഇങ്ങനെയാണ് പിടിക്കേണ്ടതെന്ന് എനിക്കറിയാം, പക്ഷേ എപ്പോഴും ഇത് താന്നു പോകും. ഐ ഡോണ്ട് നോ ഹൗ. ഞാൻ എൻ്റെ
ചായ പൊടിയൊക്കെ ഉണ്ട്. തിരിച്ച് വണ്ടി കയറി ഇനിയിപ്പോൾ എങ്ങോട്ടേലും പോകണം. ചായ കുടിക്കുന്ന വ്ലോഗ് എടുക്കാത്തതെന്ന് വെച്ചാൽ അവിടെ ഇരുന്ന് ഒരുമാതിരി ക്യാമറ ഒക്കെ തുറന്ന് ഇങ്ങനെ ഇരുന്ന് ഇനി എന്തോ പോലെ തോന്നും. അത് കണ്ട് ഒരുമാതിരി ഓക്വേർഡ് ഫീലിംഗ് ആയിരിക്കും. അതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് ഷൂട്ട് ചെയ്യാഞ്ഞത്. പിന്നെ എനിക്ക് വലിയ പരിചയമില്ലതൊന്നും. എന്താ പരിചയിക്കേണ്ട അടുത്ത വ്ലോഗുകളൊക്കെ തൊട്ട് ഇതൊക്കെ സെറ്റ് ചെയ്യാം. നേരത്തെ പറഞ്ഞില്ല, ഞാൻ വ്ലോഗ് എടുക്കുന്ന അത്ര വലിയ എക്സ്പെർട്ടൊന്നും അല്ല. സോ ഞാൻ അവിടെ നിന്ന് ബൂമർ വാങ്ങിച്ച് ചുമ്മാ ചോദിച്ചോണ്ടിരിക്കുക. ഇപ്പോൾ ഇവിടെ നേരെ പോയി കഴിഞ്ഞാൽ കുറച്ച് സ്ഥലങ്ങളുണ്ട് ഫോട്ടോസ് എടുക്കാനും കണ്ടന്റ് എടുക്കാനും. അപ്പം നല്ലതെല്ലാം കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ നോക്കണം. അതാണ് എൻ്റെ പ്ലാൻ. നടക്കുമെന്ന് അറിയില്ല. ട്രൈ. ഓക്കെ. സുഖാഷ്, ഇത് പുള്ളിക്കാനത്തുള്ളൊരു വീടായിരുന്നു. ഇവിടെ നല്ല രസമായിരുന്നു ഈ വീട് കാണാൻ. ഭയങ്കര ഒറ്റയ്ക്കൊരു വീട്. ഈ പൂവൊക്കെ ഭയങ്കര റെയർ സാധനമല്ലേ. പണ്ടൊക്കെ വന്നുകൊണ്ടിരുന്നപ്പം ഈ വീട് അടച്ചു പൂട്ടി കിടന്നു. പക്ഷെ ഇപ്പം എന്താ എനിക്കറിയില്ല, ഇവിടെ തുറന്നു. ആ വീട് തുറന്നപ്പോൾ ലൈറ്റ് കിട്ടുന്ന പണി ചെയ്യുക. കാണിച്ചു തരാം. അവിടെ എന്തോ തുറന്നിട്ടുണ്ട്. പണ്ടൊന്നും ഇങ്ങനെ അല്ലായിരുന്നു. എന്തോ പറ്റിയോ എന്തോന്നോ. പിന്നെ വല്ല ഓണറോ എല്ലാം വന്നോന്നറിയില്ല. നമ്മൾ ഫോട്ടോസ് എടുക്കാൻ വേറെ വഴിക്ക് വന്നു. വേറെ വഴിയാണ്, നല്ല ശാന്തമായ വഴിയാണ്. എൻ്റെ അട്ടയൊക്കെ കാണാം. അതാണ് പ്രശ്നം. ഈ ക്രോക്സ് കൂടെ കണ്ട് മിക്കാലും എൻ്റെ അകത്ത് കയറും. അട്ട പ്രശ്നം വെച്ച് നോക്കിക്കഴിഞ്ഞാൽ സുന്ദരമായ സ്ഥലം. ഒറ്റയ്ക്കൊരു മരം. ഇവിടെ മൊത്തം കോടയായിരുന്നു. നമ്മുടെ ഇല്ലി ലോസ്റ്റ് ഡേ ക്യാമറയിലൊക്കെ കാണുന്നത് എനിക്കറിയില്ല. എനിക്കെന്നെ കാണത്തില്ല. എനിക്ക് അപ്പുറത്തുള്ള ഒരു ക്യാമറ കുറച്ചുകൂടെ കാണാൻ കേട്ടോ. കണ്ണുകൊണ്ട് അത്ര പോലും കാണത്തില്ല. ഇത് ഇവിടെ തൊട്ട് എനിക്ക് കാണത്തില്ല അങ്ങോട്ടേക്ക്. ലിമിറ്റായ പോലെ. അവിടെ മലയുണ്ട്. നമ്മുടെ വ്യൂ പോയിന്റ് ഇവിടെയാണ്. വ്യൂ പോയിന്റ് കാണാൻ നിർത്തിയതാണ്. പക്ഷെ വ്യൂ പോയിന്റ് കാണുന്നില്ല. അമ്മാതിരി കോട ശരിക്കും കേസുണ്ടോ. എനിക്ക് നമ്മളെ ക്യാമറ കൂടെ കാണുന്ന പോലെയാണെന്ന് എനിക്കറിയില്ല. പക്ഷെ കണ്ണുകൊണ്ട് ഒന്നുമില്ല കേട്ടോ. ബാക്കിൽ നിന്നൊരു വണ്ടി വരുന്നുണ്ടോ. ശരിക്കും സൗണ്ട് മാത്രമേ കേൾക്കത്തുള്ളൂ. കാണത്തില്ല. കണ്ടോ സൗണ്ട് കേൾക്കാം. പക്ഷെ വരുവാണോ വരും. എന്തുകൊണ്ട് റേസ് കയറി വരുന്നുണ്ട്. വ്യൂ പോയിന്റിൽ ചെന്നിട്ടുള്ള കുറച്ച് ദൃശ്യങ്ങൾ നമുക്ക് സെറ്റ് ചെയ്യാം. ദൃശ്യിക്കാനൊന്നും ഇല്ല കണ്ടോ. ശരിക്കും പറഞ്ഞാൽ മൊത്തം വെളുത്തിരിക്കുക കോട കാരണം. അപ്പോൾ അവിടെ ചെന്നൊന്നും കിട്ടില്ലായിരിക്കും. നമുക്ക് വെള്ള സ്ക്രീൻ എടുത്തിടാം. ഓക്കെ. ഇവിടെ വഴി കാണാതെ ഞാൻ എങ്ങനെ വ്യൂ പോയിന്റിലോട്ട് കയറും. ഇതിലേ ഒരു വഴിയുണ്ടെന്ന് എനിക്കറിയാം. ഇനി നേരെ പോയിരിക്കുന്നത് അത് താറൊക്കെ പോകുന്നതിൻ്റെ ഓഫ് റോഡ് പോകുന്നൊരു വഴി ഇങ്ങനെ പോകുന്നത്. പക്ഷെ ഇതിലൊരു അതാണ് ഞാൻ നടന്നു പോകുന്നത്. ഇതിൽ ഒരു അരുവി കണ്ടായിരുന്നു. പക്ഷെ ഇതെന്ത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വെളുത്തിരിക്കുന്നതുകൊണ്ട് ചെല്ലുമ്പോൾ അറിയാം. മിക്കവാറും കൊക്കയെ പോയി ഞാൻ. ആരാണ്ടൊക്കെ ഇറങ്ങി വരുന്നുണ്ട് കാടിൻ്റെ അകത്തൂടെ. ഇതെങ്ങനെ കണ്ടുപിടിക്കും? ഇത് എന്തൊരു ഇത് അവർ തിരിച്ചു വന്നു. നമുക്ക് സെറ്റ് ചെയ്യാം. അവിടെ തെന്നിക്കിടക്കുന്ന വഴിയാണല്ലോ. ഒന്നാമതെ ക്രോക്സ് കൊണ്ട് ഞാൻ എവിടെ പോയാലും പൊത്തിയിട്ടേ ഉള്ളൂ. നോക്കട്ടെ. അയ്യോ, ഇതിലിപ്പോൾ ഏതാ വഴി? ഇതാണോ അതാണോ? ഇതിലങ്ങ് പോവാം. തെറ്റിരിക്കും. ഓടിയ പോയി. കുറച്ചുകൂടെ കയറുള്ളൂ. അതല്ല അരി മനസ്സിലാകുന്നുണ്ട്. പക്ഷെ ഇതിലേ ഇറങ്ങി വന്നിട്ടില്ല ഞാൻ. ഒരു തവണയാണ് ഞാൻ അങ്ങനെ ഇറങ്ങിയിട്ടുള്ളൂ. പക്ഷെ അതിന് നല്ല മറ്റേ വഴി തോന്നുന്നു. അല്ല, ഇറങ്ങിയത് എളുപ്പം, കയറാതായിരുന്നു എളുപ്പം എനിക്ക് തോന്നുന്നുണ്ട്. ശരിക്കും എനിക്കെന്നാ ഭ്രാന്തമല്ലേ ഈ വെളുത്തിരിക്കുന്ന അന്തരീക്ഷത്തിൻ്റെ അകത്തോട്ട്, കോട തുറച്ചിരിക്കുന്നതിൻ്റെ അകത്തോട്ട് ഞാൻ എന്തിനാ ഈ കാലം പിടിച്ച് കയറിച്ചിരുന്ന്? ഒരു കാര്യമില്ലല്ലേ. കാരണം അവിടെ ചെന്നാലും ഇതേ കാണാനുള്ളൂ. മനുഷ്യക്കുഞ്ഞു പോലും കാണുന്നില്ലെന്നോ. എനിക്ക് വണ്ടി പാർക്ക് ചെയ്തപ്പോഴും അവിടെ ആരും കണ്ടില്ല. അപ്പോൾ പിന്നെ എനിക്ക് തോന്നുന്നു ആരും ഇല്ലെന്നാ. ഒറ്റയ്ക്ക് ട്രിപ്പ് വരുന്നതാണോ അതോ കൂട്ടുകാരൊക്കെ ആയിട്ട് വരുന്നതാണോ എന്നെല്ലാം ചോദിച്ചു കഴിഞ്ഞാൽ പീസായിട്ടൊക്കെ നടക്കണേൽ ഒറ്റയ്ക്ക് വരുന്നുള്ളതാണ്. എനിക്ക് എക്സ്പീരിയൻസ് ചെയ്തില്ല അങ്ങനെ. സത്യം പറഞ്ഞാൽ ഒരു ശാന്തമായ സിറ്റുവേഷൻ, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യാം. അല്ല, ഒരു ബൈക്ക് ഉണ്ടായിരുന്നു കേട്ടോ, അടിപൊളിയായിരുന്നു തോന്നുന്നുണ്ട്. കാറൊന്നുമല്ല, പക്ഷേ കോടയ്ക്കകത്തൂടെയൊക്കെ ബൈക്കിപ്പോൾ നല്ല രസമാണ്. അങ്ങനെ പറഞ്ഞാൽ പിന്നെ പിന്നെ പറയുകയാണെങ്കിൽ കൂട്ടുകാരൊക്കെ ആയിട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വേറെ വൈബുണ്ട്. പിന്നെ അല്ല, ഒരു 2-3 പേരൊക്കെ ആയിട്ട് മാത്രം വന്നു കഴിഞ്ഞാൽ കുറച്ച് കണ്ടന്റ് ഉണ്ടാക്കാനുള്ള കിട്ടും. കാരണം
ഒറ്റയ്ക്ക് ക്യാമറ ഫോട്ടോ എടുക്കുകയോ ഒറ്റയ്ക്ക് മോഡലായിട്ടിരിക്കുകയോ ഒറ്റയ്ക്ക് ഇതൊക്കെ ചെയ്യാൻ കുറച്ച് ടാസ്ക് ഉണ്ട്. പക്ഷേ ബുദ്ധിമുട്ടൊന്നുമല്ല, ഇങ്ങനെ ഒറ്റയ്ക്ക് പോയാലും നടക്കും. അയ്യോ, പക്ഷെ ഒരു ഗ്രൂപ്പായിട്ട് പോയി കഴിഞ്ഞാൽ അത് ഭയങ്കര പാടാണ്. കാരണം നമുക്ക് നമ്മുടെ കണ്ടന്റ് ഉണ്ടാക്കാൻ നടക്കുന്നില്ല, ബാക്കിയുള്ളവർക്കുള്ള ഫോട്ടോ ഒക്കെ എടുത്ത് കൊടുക്കാനേ പറ്റുള്ളൂ, അതിനുള്ള സമയം കാണുള്ളൂ. ഒന്നാണ് ഇവിടെ എത്തി. ഇവിടെ ഒരു കുരിശ് ഞാൻ കാണുന്നു, ഇത് കുരിശായിട്ട് വേറെ ഒന്നും കാണുന്നില്ല. ബാക്കി വേറെ മരവും വെള്ളയും ഇതൊക്കെയാണ്. കുറച്ചുകൂടെ പോകണ്ട എനിക്കറിയാം. ഈ കോടയ്ക്കകത്തോട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ടൊന്നും കാണാനില്ല എന്നെനിക്കറിയാം. എന്നാലും ഞാൻ എന്തിനാണ് പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വരെ വെട്ടമടിച്ച ഒന്നല്ല, പിന്നെ വ്യൂ പോയിന്റ് കാണാൻ മോശമായിട്ട് തോന്നി, അതുകൊണ്ട് പോകുന്നല്ലേ. ഞാൻ പോകുന്നില്ല, തിമ്മനെ ഈ സ്ഥലം കണ്ടുപിടുത്തതാ. ഇപ്പോൾ കാണാൻ ഒരു മനുഷ്യ കുഞ്ഞുപോലും ഇല്ല താനും. വാഗമൺ വെച്ചെന്നാ തിരക്കായിരുന്നോ, ഇപ്പോൾ ഒരു നാറിയില്ല ഇവിടെ. ആരും വേണ്ട, ഇവിടെ ആരും ചത്താപ്പോലും അറിയില്ല, അമ്മാതിരി സൈലൻസ്. ഞാനൊന്നും മിണ്ടായിരുന്നാൽ അതിൻ്റെ ഇരട്ടി സൈലൻസ് ആയിരിക്കും. ഞാൻ എൻ്റെ ടോപ്പിലെത്തി. പക്ഷേ താഴെ വെച്ച് പറഞ്ഞ പോലെ തന്നെ ഒന്നും കാണുന്നില്ല, ചുറ്റും വെള്ളത്ത് തുടുത്തിരിക്കുന്നു. നഷ്ടമാണോ ചോദിച്ചാൽ നഷ്ടം. കയറിയതൊക്കെ ഒരു പ്രത്യേകിച്ചൊന്നും എന്തോ ഇല്ലാണ്ടായിപ്പോയി. പക്ഷെ പുള്ളിക്കാരൻ വന്നില്ലാത്തവർക്ക് ഈ ഒരു സ്ഥലം ഇഷ്ടപ്പെടും. കാരണം അവർ നോക്കുമ്പോൾ കോട, എപ്പോഴും കോട എന്നൊക്കെ തോന്നും. ശരിയാ, എനിക്കെപ്പോഴും കോട ഉണ്ട്, എനിക്കെപ്പോഴും നന്നായിട്ട് കോട വരുന്നു. വാഗമൺ ടൗണിനേക്കാളും നല്ല കോട വരുന്ന സ്ഥലമാണ് പുള്ളിക്കാനം. ഞാൻ വന്നതിൽ പറയാം കേട്ടോ, ഇതുവരെ വന്നതിൽ ഏറ്റവും കൂടെ ഞാൻ കോട കണ്ടുള്ള പുള്ളിക്കാനത്താണ് വാഗമണിനേക്കാളും. വാഗമണ്ണ് ഇല്ലെന്നല്ല, പക്ഷേ സമ്മർ വാഗമണ്ണൊക്കെ മഴയും കൂടെ പെയ്ത് കഴിഞ്ഞാൽ പുള്ളിക്കാനം വിഷയമാവും. ഒരു 18 ഡിഗ്രി വരെ താഴെയെന്ന് എനിക്ക് തോന്നുന്നു, കൈൻഡ് ഓഫ്. ഇപ്പം 21 തോന്നുന്നു, ഇപ്പം 21 20 സംതിങ് ഉണ്ടെന്ന് തോന്നുന്നു തണുപ്പ്. പക്ഷെ എനിക്ക് തണുപ്പം തോന്നുന്നില്ല, കോട മാത്രമേ ഉള്ളൂ, വലിയ തണുപ്പൊന്നുമില്ല. പക്ഷെ നല്ല രസമാണ് കേട്ടോ, നല്ല രസമാണ്. ഇത് മറ്റേ നമ്മുടെ ക്യാമ്പ് ഫയറൊക്കെ ഇവിടെ രാത്രി ഇന്ന് കത്തിക്കാൻ പറ്റുന്നില്ല. പക്ഷെ അതിനെന്തോ പെർമിഷൻ വേണമെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ഇങ്ങനെ പ്രോപ്പർട്ടി വന്ന് ഇങ്ങനെ ക്യാമ്പ് ഫയറൊക്കെ ഇട്ട് കത്തിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. കാരണം അതിനെന്തോ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. കാരണം ഇവിടെ എല്ലാം തീ പിടിച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ഇവിടെയൊക്കെ തീ പിടിച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ഞാനത് എങ്ങോട്ടേ പോകുന്നത്? നീ നേരെ കൊണ്ട് നടന്നതിന് എനിക്ക് വല്ല കുഴി വീഴല്ലേ, എങ്ങോട്ടൊരു വീഴുന്നു എനിക്ക് സ്ഥലം കണ്ടു. ഈ സ്ഥലം ഇവിടെ കണ്ട് പാറ നിൽക്കുന്ന കേട്ടോ. ഇവിടെ നിന്ന് ഞാനെടുത്ത് ചാടിയാൽ പൊടി പോയിട്ട് മഷി പോലും ഒന്നും കിട്ടത്തില്ല, എല്ലാം കഷ്ണം പോലും കിട്ടില്ലേ. അങ്ങോട്ട് പോയതാ ഞാൻ. അവിടെ നിന്ന് അങ്ങോട്ടുള്ള ആ സ്ഥലം കണ്ടോ, ഞാൻ ചൂണ്ടിക്കാണിയ സ്ഥലം. അവിടെ ആണ് മറമല വാട്ടർഫാൾസ് ഉള്ളത്. ഞാൻ അന്ന് വന്നപ്പോൾ ഒക്കെ കാണിക്കാം. നീ ഇത്ര കോടയൊന്നും ഇല്ലാത്ത സമയത്ത് മറമല ഉള്ളതാ അവിടെയാണ്. സോ ഇവിടെ നിന്ന് ഇപ്പോൾ നോക്കിയാൽ മൊത്തം വെളുത്തിരിക്കുന്നു, ഒന്നും ഇല്ലടാ അവിടെ മൊത്തം. അങ്ങനെ ഞാൻ വീഴുമോ? എൻ്റെ അറ്റം വരെ പോയാലോ? കിഴപ്പാണെന്ന് ചോദിച്ചാൽ കിഴപ്പാണ്, കൈൻഡ് പോയതാ കേട്ടോ ഗൈസ്. ഇവിടെ നിന്ന് ഞാൻ പോയാൽ ഈ വ്ളോഗ് അപ്ലോഡ് ആവില്ല. ഇവിടെ കൂടിക്കൊണ്ടാണെന്ന് തോന്നുന്നു എൻ്റെ മുടി നന്നായിട്ട് വെറ്റായി. കാണാം ഒരു നനഞ്ഞൊരു അന്തരീക്ഷം വരുന്നുണ്ട്. കാരണം മഴത്തുള്ളിയോ വേപ്പേഴ്സായിട്ട് നമ്മുടെ ഇതൊക്കെ നനയ്ക്കുന്നുണ്ട്. എനിക്ക് എൻ്റെ മുടിയൊക്കെ നനഞ്ഞു പോയി. കോടയുടെ ആണെന്ന് തോന്നുന്നു. ലൈക്ക് നമ്മൾ കോടയൊക്കെ കൂടി ഇങ്ങനെ ഒരുമാതിരി നിൽക്കുമ്പോഴേ അറിയാൻ പറ്റില്ല, ഒരു വെളുത്ത് അല്ല ഒരു വെള്ളമായിരിക്കും കൂടുതലും. ദേഹത്തെല്ലാം വന്നൊരുമാതിരി മഞ്ഞടിച്ചിരിക്കുന്നതല്ലേ ഇരിക്കും. അപ്പോൾ അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത്ര തണുപ്പൊന്നുമില്ല. ഓഫ്കോഴ്സ് ഞാൻ പറയാം, നല്ല തണുപ്പ്, ഒരു തണുപ്പുമില്ല ഫോർ മീ. എനിക്കൊരു തണുപ്പ് തോന്നുന്നില്ല. പിന്നെ ഇനി വഴിയിൽ ഇറങ്ങി പോകണം. അപ്പോൾ ഞാൻ പോവാം, ബൈ. പക്ഷേ ഞാൻ തിരിച്ചിറങ്ങുകയാണ്. ഇനി ഞാൻ തിരിച്ച് ഇറങ്ങി വേറെ എവിടെയെങ്കിലും എന്തെങ്കിലും ചെറുതായിട്ട് കഴിക്കുക, എന്നിട്ട് ഞാൻ പോവുള്ളൂ. അതിന് ഞാൻ പോവാം. പ്രത്യേകിച്ച് ഇവിടെ നിന്ന് ഇനി കാണാമെന്നില്ല. ഇതേപോലെ കോട വന്ന് നിൽക്കുകയാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് വന്നതിൽ തന്നെ അർത്ഥമൊന്നും ഇല്ലാണ്ടായി പോയി. ചുമ്മാ ഒരു വൈബ് അടിക്കാൻ വരുന്ന ഇങ്ങനത്തെ കോടയിലൊക്കെ ഒന്ന് വൈബ് അടിക്കാൻ നല്ലതായിരിക്കും. സീരിയസ് ആയിട്ട് പറയാം. കൂട്ടുകാരൊക്കെ ഉണ്ടായാലും ഒറ്റയ്ക്ക് ഒന്നിനെ ശോഭമായിരിക്കും. ഇതിപ്പം ഇതേപോലെ ഫുള്ള് കോട, ഒന്നും കാണാനില്ല. ഈ വെളുത്തിരിക്കുന്ന അന്തരീക്ഷം മാത്രം കാണാൻ നമ്മൾ വന്നിട്ട് കാര്യമില്ലല്ലോ. ഒരു മിനിമം കോട മതിയായിരുന്നു. ഇതിപ്പം കൊള്ളാം, കോട കൂടിപ്പോയി. തിരിച്ചിറങ്ങി ഇനി ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട് ഞാൻ വീട്ടിലോട്ട് വിടുകയാണ്. കാരണം പ്രത്യേകിച്ച് ഇനി പുള്ളിക്കാനത്തൊന്നും കാണാനില്ല. ഇപ്പോൾ സമയം ഏതാണ്ട് എത്രയായി? ഐ തിങ്ക് 3:30 4 കഴിഞ്ഞു. 4 തോന്നുന്നു. ഐ തിങ്ക് സോ. എവിടെ നിന്നിട്ട് കാര്യമൊന്നുമില്ല. സോ ബൈ.